എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പാകിസ്ഥാനി ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. എപ്പോഴും ഒരേ രീതിയിലാണ് ചിക്കൻ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വ്യത്യസ്തമായ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാകിസ്ഥാനി ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നെയ്യും കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക, ഒരു 4 ഗ്രാമ്പു ഇവ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഈ നെയ്യിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചിക്കനിൽ കിടന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ നെയ്യിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അതുവരെ 2-3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ഇപ്പോൾ അത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് മൂടി വെച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കനിൽ കിടന്ന് സവാളയൊക്കെ നന്നായി വഴന്ന് വരും. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സമയത്ത് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്തത് കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളക്കുന്ന സമയത്തൊക്കെ ഒന്ന് ബുദ്ധിമുട്ടാണ് തോന്നിയതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 തക്കാളിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഏകദേശം വലിയ 2 തക്കാളി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്ത് ഇതിലിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരണം. ഒന്ന് മൂടി വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളിയും ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അടപ്പൊക്കെ ഒന്ന് തുറന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ ചിക്കന് ആ വെള്ളത്തിലും തക്കാളി ഉള്ളിലൊക്കെ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരികയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂണോളം കസൂരി മേത്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് മുളക് പൊടി, ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു 3 ടീസ്പൂണോളം തൈര്, നല്ല കട്ട തൈര്. അപ്പോൾ 3 കൂടി ചേർത്ത് ഇത്രയും കാര്യങ്ങളൊന്ന് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം അത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മിക്സാക്കി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ പൊടിയുടെ പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സാക്കി മാറ്റിയേക്കുന്നുണ്ട്. നമ്മുടെ ചിക്കന് ഏകദേശം ഒരു 8 മിനിറ്റോളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ഈ മസാല ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനും ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്, മുഴുവനായിട്ട് വെന്തിട്ടില്ല. ഈ സമയത്താണ് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇനി എത്രയാണോ വെള്ളം വേണ്ടത്, ഗ്രേവി വേണ്ടത്, ആ ഗ്രേവിയും കൂടെ ഈ സമയത്ത് കുറച്ച് ചുടുവെള്ളം ആണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 3-4 മിനിറ്റ് ഈ ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് ഒന്നുകൂടി വെന്ത് ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇത് തീ ഓഫാക്കുന്നതിന് മുന്നേ ആയിട്ട് അല്പം കൂടി കസൂരി മേത്തി ഒന്ന് കയ്യിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാകിസ്ഥാനി ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് പൊറോട്ടയുടെ കൂടി അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചിക്കൻ കറി ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇനി ഇതുപോലെ തന്നെ നല്ല വീഡിയോസുമായിട്ട് കാണാം. താങ്ക്